ഈ മണ്ണെന്ന് പറയുമ്പം നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടുള്ള തെറ്റോ മനസ്സിലാക്കേണ്ട തെറ്റൊക്കെ ഉണ്ട്. അതിൽ ഈ മണ്ണെന്ന് പറഞ്ഞ സാധനം നമ്മൾ പറയും പാറ പൊടിഞ്ഞാൽ മണ്ണാവും. പാറ പൊടിഞ്ഞാൽ മണ്ണ് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. 5% ഓർഗാനിക് മാറ്റർ, പിന്നെ അതിനകത്ത് സൂക്ഷ്മജീവികൾ, ഇതെല്ലാം 25%, 20-30% വെള്ളം വേണം. എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഏലം കൃഷി തന്നെ, അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് ഓരോ വ്യത്യസ്തമായ അറിവുകൾ നമ്മൾ ശേഖരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സജീവ് സാറാണ്. നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുമുഖമാണ് സാറ്. അപ്പോൾ സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? അപ്പോൾ എൻ്റെ പേര് സജീവ് കുമാർ. ശരിക്കും എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഹരിപ്പാടാണ്. ഞാനൊരു 30-32 വർഷമായിട്ട് ഇടുക്കിയിലുണ്ട്. ഇവിടെ വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയുടെ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഏകദേശം ഇടുക്കിയിലെ രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസം. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഏലം കർഷകർക്ക് വേണ്ടിയിട്ട് പുതിയൊരു അധ്യായമാണ് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ഒരു ഗൈഡ് നമ്മുടെ സാറിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള അറിവുകൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പം ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം കൃഷിക്കാരൻ ആരാണെന്ന്. ഇപ്പോൾ കൃഷിക്കാരൻ്റെ ഇമ്പോർട്ടൻസ്, അത് കഴിഞ്ഞ് കൃഷിയെ പറ്റി. കൃഷിക്കാരൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൻ്റെ പുരോഗതി കൃഷിയിലാണ്. അതിനെപ്പറ്റി ഡെന്നീസിൻ്റെ അഭിപ്രായം എന്തുവാ? അതെ, കാരണം നമ്മൾ ഏതൊക്കെ മേഖലയിൽ എത്തിയാലും ആഹാരം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പുരോഗതി ഉണ്ടായിരിക്കുന്നത്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്യാമറ, ഈ മൊബൈലൊക്കെ വരാൻ കാരണം കൃഷിയാണ്. പക്ഷെ നമുക്കതിനുള്ളൊരു പ്രാധാന്യമോ കാര്യങ്ങളോ ഇല്ല, കിട്ടുന്നില്ല. എവിടെ ചെന്നെന്ന് പറഞ്ഞാലും കർഷകനെ പിന്നോട്ട് നിർത്തുന്ന ഒരു അവസ്ഥ. അതെ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ കർഷകരോ പ്ലാന്റേഴ്സോ ആരായാലും. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം നമുക്ക് കിട്ടിയതുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പം അച്ഛൻ്റെ പേര്, അത് കഴിഞ്ഞ് അച്ഛൻ്റെ ജോലി ചോദിക്കും. അപ്പോൾ അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് ഈ ഫാർമർ എന്ന് എഴുതാൻ. അതായത് സ്പെല്ലിങ് എളുപ്പമായതുകൊണ്ടാണ് പറയാം. പക്ഷേ അങ്ങനെ എളുപ്പമുള്ളൊരു പണിയല്ല കൃഷിക്കാരൻ്റെ. കൃഷിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിൽ പറയും, അമ്മയുടെ പങ്ക് ചോദിക്കും. അമ്മയ്ക്കെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു പങ്കാണ്. അതിലും വലിയൊരു പങ്ക് കൃഷിക്കാരനുണ്ട്. എന്ന് വെച്ചാൽ കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷിക്കാരൻ അച്ഛനാണ്, കൃഷിക്കാരൻ അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, കാമുകനാണ്, കാമുകിയാണ്, മക്കളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിലും മേളിലൊരു സ്ഥലമുണ്ട്. കൃഷിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറാണ്, ഒരു ഡോക്ടറാണ്. അതേ സമൂഹത്തിൽ ഏത് തൊഴിലെടുത്താലും അതോട്ട് ക്ലബ് ചെയ്താൽ, പക്ഷേ നമുക്കതിൻ്റെ പ്രാധാന്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ പറയണം. എൻ്റെ നാട് ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ നിങ്ങൾക്കെല്ലാം കേട്ട് കാണും, ചിലപ്പോൾ അറിയാൻ പറ്റും, കൃഷിയുടെ ഒരു രാജാവെന്ന് അറിയപ്പെടുന്നുണ്ട്. രാജാവല്ല, കൃഷിയുടെ ഒരു എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മേളിൽ വരുന്നതാണ് ഈ മുരിക്കൻ എന്ന് പറയും, ജോസഫ് മുരിക്കൻ എന്ന് പറഞ്ഞു. അറിയാം. അതായത് എൻ്റെ നാട് ആലപ്പുഴയാണ്. ഇടുക്കിയിലെ എങ്ങനെയാണോ കർഷകർ തുടക്കത്തിൽ ബുദ്ധിമുട്ടിയത്, അതിലും ബുദ്ധിമുട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ആർക്കും പറ്റിയിട്ടില്ല. ഞങ്ങളവിടെ വരുവാണെങ്കിൽ സമുദ്രനിരപ്പിനും താഴെയുള്ള സ്ഥലമാണ്. സമുദ്രനിരപ്പിന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള സ്ഥലം 4-5 ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ കാണാത്ത സ്ഥലമാണ്. ആർക്കും വേണ്ടാത്ത ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളാണ്. തീരപ്രദേശം അത് കുട്ടനാടൻ അലൂവിയം എന്ന് പറയും. കുട്ടനാടൻ എക്കൽ ശേഖരം കൊണ്ട് സമ്പുഷ്ടമായ സ്ഥലമാണ്. പക്ഷേ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹം ചെയ്തത് രാജാവിനോട് അനുമതി മേടിച്ചിട്ടാണ്, വെറുതെ അല്ല, അനുമതി മേടിച്ചിട്ട് ഈ കായലിലെ നിലങ്ങളിലെ മാൻ പവറേ ഉള്ളൂ കേട്ടോ. അതായത് മെഷീനറി ഒന്നുമില്ല. ആ സ്ഥലത്ത് അവിടെ വളഞ്ഞ് ഈ കുറ്റികളൊക്കെ നാട്ടി, അതായത് നമ്മുടെ തെങ്ങിൻ്റെയും അങ്ങനെയുള്ള കുറ്റികളൊക്കെ നാട്ടി അതിന് പനമ്പൊക്കെ തിരിച്ച് അതിനകത്തിൽ മണ്ണും എല്ലാം ശരിയാക്കിയിട്ട് അവിടെ കൃഷിയോഗ്യമാക്കി വെള്ളം പറ്റിച്ച് കൃഷി ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു എഞ്ചിനീയറിങ് ഇന്ന് കിട്ടുവാണെങ്കിൽ നമ്മളൊന്നും വെല്ലാൻ ആരും വരത്തില്ല. അദ്ദേഹത്തിന് വേണ്ട പ്രാധാന്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് മുരിക്കൻ എന്നാണ്. ഈ മുരിക്കുംമുട്ടിൽ ജോസഫ് എന്നറിയപ്പെടും. അന്ന് 1000കണക്കിന് പണിക്കാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതുകൊണ്ട് പറയും, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ വേറെ ഒന്നും വേണ്ട, ആദരമായിട്ടൊരു കോളേജോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കൃഷിക്കാരൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൃഷിക്കാരൻ. പിന്നെ കൃഷിക്കാരൻ നമുക്ക് ആദ്യം വേണ്ടത് കൃഷി ചെയ്യാൻ മണ്ണ് വേണം. അസിഡിക് ആയിരിക്കണം. എന്നാലത് 6.6 ഈ 6.6 pH വന്നു കഴിഞ്ഞാൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലും ഗുണം കാണിക്കും. ഈ മണ്ണെന്ന് പറയുമ്പം നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടുള്ള തെറ്റോ മനസ്സിലാക്കേണ്ട തെറ്റൊക്കെ ഉണ്ട്. അതിൽ ഈ മണ്ണെന്ന് പറഞ്ഞ സാധനം നമ്മൾ പറയും പാറ പൊടിഞ്ഞാൽ മണ്ണാവും. പാറ പൊടിഞ്ഞാൽ മണ്ണ് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. പാറ പൊടിഞ്ഞാൽ അത് പാറപ്പൊടിയാണ്. ഇത് മണ്ണാവണമെങ്കിൽ, കൃഷിക്ക് യോഗ്യമായിട്ടുള്ളൊരു മണ്ണാവണമെങ്കിൽ അതിനകത്തിൽ ഒരു 45% മണ്ണ്, അത് മണ്ണ് പലതരം വരുന്നുണ്ട്, മണ്ണ് വേണം. ഒരു 5% ഓർഗാനിക് മാറ്റർ, പിന്നെ അതിനകത്ത് സൂക്ഷ്മജീവികൾ, ഇതെല്ലാം
25% 20-30% വെള്ളം വേണം, അതിനകത്തിൽ ഒരു 25% വായുവും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൃഷിയോഗ്യമായിട്ടുള്ള മണ്ണാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ മണ്ണ് മാത്രം നമുക്ക് എടുത്ത് പറഞ്ഞാൽ പോരാ. കാരണം വയനാട് കൃഷിയുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ കൊടൈക്കനാൽ, അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ഇപ്പം നമ്മുടെ ഈ ഒരു ഏരിയ എടുത്താൽ തന്നെ കാണാം നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ കോമൺ ആയിട്ട്. കാരണം 9ഓളം മണ്ണുണ്ട്. പക്ഷെ നമ്മൾ ഏലകൃഷി ചെയ്യുന്നിടത്ത് കാണപ്പെടുന്ന മണ്ണ് ഒന്ന് നമ്മളെ ചെളിമണ്ണ്, അതായത് പെട്ടെന്ന് മഴ പെയ്താൽ ചെളിയായിട്ട് മാറും, പെട്ടെന്ന് വേനൽ വന്നാൽ അത് പാറ പോലെ കല്ല് പോലെ. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ. അതുപോലെ തന്നെ ചരൽമണ്ണ്, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിൽക്കില്ല, പെട്ടെന്ന് ചരൽ പോലെ അങ്ങ് പോകും. അതൊരു ഫേസ് ചെയ്യുന്ന അങ്ങനെ ഏരിയ ഉണ്ട് നമ്മുടെ ഇവിടെ. പിന്നീടുള്ളത് കറുത്ത മണ്ണ്, ചുവല മണ്ണ്. അപ്പം ഈ ഒരു മണ്ണിൽ ഏറ്റവും കറുത്ത മണ്ണാണ് പർവ്വത മണ്ണ് നമ്മുടെ. അതിലാണ് ഏലകൃഷി ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ കർഷകർ അവരുടെ കഴിവ് ഉപയോഗിച്ചിട്ട് നനഞ്ഞിട്ടായാലും എങ്ങനെയാണെങ്കിലും എല്ലായിടത്തും കൃഷി വ്യാപിപ്പിച്ചു. അപ്പോൾ ഈ ഇതുപോലുള്ള ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ചെളിമണ്ണായി അവിടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ വ്യത്യസ്ത മണ്ണിൽ നമ്മൾ ഏലം കൃഷി ചെയ്യാൻ സാധിക്കുക? ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കേരളത്തിൻ്റെ മെയിനായിട്ടുള്ള മണ്ണുകൾ 9 എണ്ണം പറഞ്ഞു. ഈ 9 എണ്ണത്തിൽ നമ്മളെ സംബന്ധിച്ച് ഈ വനമണ്ണ്, ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുന്നത്, പിന്നെ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയും, നമ്മുടെ ചെങ്കൽ മണ്ണെന്ന് പറയും, പിന്നെ ഈ നദീതീര എക്കൽ എന്നൊക്കെ പറഞ്ഞ സാധനം വരുന്നുണ്ട്. ഈ നദീതീര മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിൽ അധികമില്ലെങ്കിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, ഈ മണ്ണുകളുണ്ട്. അപ്പോൾ ഈ മണ്ണിൽ എന്ന് പറയുമ്പം നമ്മളെല്ലാവരും പറയും, കോമൺ ആയിട്ടൊരു കാര്യം കൊണ്ട് പറയും, ഒരു വളം ചെയ്യുന്ന മരുന്ന് ചെയ്യുന്ന പറയും. അപ്പം നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. മണ്ണിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് മണ്ണ് നന്നായിരിക്കണം, കാലാവസ്ഥ, വെള്ളം, പിന്നെ മണ്ണിൻ്റെ pH, അങ്ങനെ കുറേ ഘടകങ്ങൾ വരുന്നു, സൂക്ഷ്മജീവികൾ, ഇതെല്ലാം പറയുന്നു. അപ്പം മണ്ണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലും ഈ ഫോറസ്റ്റ് സോയിലാണ് കൂടുതലും ഉള്ളത്. നല്ല മണ്ണും അത് തന്നെ. പിന്നെ ലാറ്ററൈറ്റ് സോയിലാണ് വരുന്നത്, ചെങ്കൽ മണ്ണെന്ന് പറയും. ഈ ചെങ്കൽ മണ്ണും ഉണ്ട്. പിന്നെ ഈ നദീതീര എക്കൽ ഒക്കെ പറയുന്നു. പിന്നെ കുട്ടനാടൻ സോയിൽ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകത, നമുക്കിവിടെ വരുന്നില്ല. പിന്നെ ഈ ചതുപ്പ് മണ്ണെന്ന് പറഞ്ഞത് ഇടുക്കിയിൽ വളരെ കുറവാണ്, ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ കണ്ടം പോലുള്ള അപ്പോൾ അത് ശരിക്കും ഈ പശ്ചിമരാശി മണ്ണിൻ്റെ കൂട്ട് ഈ കളിമണ്ണ് ചേർന്നതാണ്. അപ്പം നമുക്ക് വേണ്ടത് ഈ മണ്ണ്, ആദ്യം മണ്ണ് എന്താണെന്ന് അറിയണം. നമ്മുടെ പഴയ പൂർവ്വീർ ചെയ്തിട്ട് മണ്ണ് എന്താണെന്ന് അറിയാം. നമ്മുടെ ആ മണ്ണിൽ അല്ല ഇവിടെ ചെയ്യാൻ പറ്റുന്ന കൃഷി അറിയുക, ഇവിടെ ചെയ്യേണ്ട കൃഷി രീതികൾ അങ്ങനെ പോകണം. ഇപ്പം നമുക്ക് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ആദ്യം നമ്മളെല്ലാം ചെയ്യുമ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള മണ്ണ്, അതിൻ്റെ വെള്ളം, പിന്നെ ആ വെള്ളത്തിൻ്റെയും ആ മണ്ണിൻ്റെയും pH, അതിലുള്ള മിനറൽസ്, ഇതെല്ലാം അറിയണം. അതിന് ശാസ്ത്രീയമായിട്ട് ഉള്ള രീതിയിൽ പോയാലേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. അതിൻ്റെ കാരണം ഇപ്പം നമ്മളെല്ലാവരും പറയും, ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം പറയും. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൂട്ട് ഒരു സോഴ്സല്ല, ഒരു മരുഭൂമിയിൽ കൃഷി ചെയ്ത് വിജയിച്ചവരാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൃഷി ചെയ്യണം. നാളെ ഞാനിപ്പോൾ ഇവിടെ വരുന്നു, ഒരു ചാനൽ ഒരു സാധനം പറയും, നമ്മളിവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചാനൽ പറയും, ഇവരെ കൃഷിക്കാരെല്ലാം അതിൻ്റെ പുറകെ പോകും. ഇസ്രായേലി ടെക്നോളജി എന്ന് പറഞ്ഞാൽ പുറകെ പോകും. പുറകെ പോകുമ്പം ഇത് തട്ടിപ്പൊന്തിന് നടക്കുന്നുണ്ട്. ഇത് പോകുമ്പം ഇത് നമുക്ക് വേണ്ടതാണെന്ന് നോക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിലെ സ്ഥിതി ആയിരിക്കത്തില്ല ഡെനീസിൻ്റെ വീട്ടിൽ, ഇതായിരിക്കത്തില്ല വേറൊരു വീട്ടിൽ. അപ്പോൾ ഇതനുസരിച്ച് ഏകദേശം ആവറേജ് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റു കാര്യങ്ങൾ ഏരിയയ്ക്കും മണ്ണിൻ്റെയും പല രീതി അനുസരിച്ച് വെള്ളത്തിൻ്റെയൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും. അത് വ്യത്യാസപ്പെടുത്തുന്ന കാര്യങ്ങളും നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഈ മണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും മണ്ണ് പറഞ്ഞില്ലേ, ഈ മണ്ണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളത് എന്താണെന്ന് അറിയണം. ഇപ്പം നമ്മൾ ശരിക്കും മണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളത്തിൻ്റെ കാര്യം പറയും, മണ്ണിൽ വളം ഉണ്ടെന്ന് പറയും. ഈ വളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5% മണ്ണിന് കിട്ടുന്നുള്ളൂ. ഈ ചെളി കൂടിയ മണ്ണിലൊക്കെ നമ്മൾ ജൈവവളങ്ങളില്ലേ, വേപ്പിൻ, ചാണകം, അങ്ങനെയുള്ള വളങ്ങൾ കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിനെ സംബന്ധിച്ച് നമുക്കൊരു പ്ലസ് പോയിൻ്റ് ഉള്ളത്, നമ്മുടെ പല കൃഷിയിലും നമുക്ക് ഈ ചാണകം അങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മൾ ചാണകത്തിന് അധികം പ്രൊമോട്ട് ചെയ്യാത്ത കാര്യമെന്ന് വെച്ചാൽ, ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന വളത്തിൻ്റെ അംശം ഏകദേശം ഒരു പ്രോസസ്സ് ചെയ്തൊരു ചാണകത്തിൽ ഒരു 4% നൈട്രജനോ 0.4% അത്രയൊക്കെ കിട്ടത്തുള്ളൂ. ഒരു 0.5% പോലും ഇല്ല ഇങ്ങനെ കിട്ടും. പക്ഷേ ഇത് ഏറ്റവും നല്ല ഇടുക്കിയുടെ കാലാവസ്ഥ എന്താണോ അതുകൂട്ടാണ് ചാണകം. എല്ലാ ജീവികൾക്കും സുഖമായിട്ടും ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിനടുത്ത് മോശവും വരും, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളും വരും. ഇപ്പം ഇടുക്കിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഏലം കൃഷി ചെയ്യുമ്പം ചപ്പ് ചവറുകൾ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ കവാത്തെടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മണ്ണിൽ വീണാൽ വീണ്ടും ചെടിക്ക് വേണ്ടുന്ന ജൈവ പദാർത്ഥങ്ങളായിട്ട് മാറും, ഓർഗാനിക് മാറ്റർ വരും. ഇതിനകത്തിൽ സൂക്ഷ്മജീവികൾ ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാവും.
അപ്പം ആ രീതിയിൽ വേണം നമ്മൾ പോകാൻ. ചാണകത്തിനോ വേപ്പും പിണ്ണാക്കിനോ നമ്മൾ എതിരൊന്നുമല്ല. എതിരല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ചാണകം ഇടുമ്പം ഇപ്പം നമ്മൾ കണ്ടേക്കുന്ന കാര്യമാണ്, ചാണകം നമ്മൾ ധാരാളമായിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗുണമുള്ളത് വരുന്നതിനും മുമ്പ് അല്ല അത് ജീവിക്കുന്നതിനും കൂടുതലായിട്ട് ദോഷം ഉണ്ടാക്കുന്നത്. ഇപ്പം ആൾക്കാരെല്ലാം പറയുന്നത് ഫിസേറിയം പോലുള്ള അസുഖങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ ഒരു നല്ലൊരു മീഡിയമാണ് ചാണകം. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് ചെയ്യുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പം ഓരോരോ ഭാഗങ്ങളിലായിട്ട് അത് പറയാം. സ്റ്റെപ്പായിട്ട് പറഞ്ഞാലുള്ള മനസ്സിലാവും. അതെ 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 അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നല്ല ഈ ഒരു മണ്ണിൻ്റെ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ബേസിക് അറിവ്. അപ്പോൾ എന്തായാലും സാറേ നമുക്ക് ഈ മണ്ണിനോട് അനുബന്ധിച്ച് തന്നെ നമുക്കിനി വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ചെടികളുടെ വേരുകൾ. അപ്പോൾ വേര് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അറ്റം കരിഞ്ഞു പോയിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ വലിച്ചു ചീഞ്ഞു പോയതായിട്ട് വരാം. പിന്നെ പൊറ്റവേര്, പൊടിവേര് അതില്ലാതെ വരും. വേരുണ്ടായിട്ട് കാര്യമില്ല, പൊടിവേരുണ്ടെങ്കിലാണല്ലോ അതിന് ജീവനുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല ഘടനകളും ഈ മണ്ണിനെ ആശ്രയിച്ചാണ് ഈ വേര് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ നമ്മൾ മണ്ണിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ നിലവിൽ പറയുകയാണ് മണ്ണെല്ലാം ക്ലിയർ ആണെന്ന് വെച്ചു. മണ്ണെല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആണെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ pH കൊടുക്കുന്ന ഈർപ്പവും എല്ലാ കാര്യവും ക്ലിയർ ആണെങ്കിൽ അസുഖങ്ങളുടെ തീവ്രത കുറവായിരിക്കും. അസുഖം അപ്പം നമുക്കതിനകത്ത് പ്രതിരോധിക്കാൻ പറ്റും. ഇത് വ്യത്യാസം വന്നു കഴിയുമ്പോഴാണ് അസുഖങ്ങളുണ്ടാകുന്നത്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള രീതിയുണ്ട്, വേണ്ടാത്ത സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, ഓവറായിട്ട് കൂടുതലായിട്ട് കൊടുക്കുന്നു, ഇതൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇപ്പം നമ്മൾ കണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യം ഒരു പറമ്പിൽ ചെയ്താൽ ഈ നശിച്ചു പോയ സാധനങ്ങൾ പുനരുജ്ജീവിക്കും. ഇപ്പം പല കാര്യങ്ങളും ഇപ്പം നമ്മളിപ്പോൾ നോക്കിയാൽ മതി, പണ്ടൊരു 5% വേരുപുഴു ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 12% മേളിലായി. വേലിയുമൊക്കെ ഇത് കൂടിയിട്ടുണ്ട്. അതായത് വേണ്ടാത്ത സാധനങ്ങൾ അല്ലെ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ സമയം തെറ്റി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കാര്യങ്ങളിത്. പിന്നെ പുതിയ പുതിയ രോഗങ്ങളോ കീടങ്ങളോ ഒക്കെ പ്രത്യക്ഷത്തിൽ വരാം. അപ്പോൾ അത് നമ്മൾ നോക്കണം. പിന്നെ നമുക്കുണ്ടാകുന്ന അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിൻ്റെ കേട് പറഞ്ഞു ഫിസേറിയം കൊണ്ടുണ്ടാവാം, നെമറ്റോഡിൻ്റെ അറ്റാക്ക് കൊണ്ടുണ്ടാവാം, പിന്നെ അസിഡിറ്റി കൂടിയാലും ഉണ്ടാവും. ഈ അസിഡിറ്റി കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ രോഗത്തിൻ്റെ തീവ്രതയും കൂടും. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ മുന്നോട്ട് പോകുമ്പം വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു, വെള്ളത്തിൻ്റെ കാര്യം പറയുന്നു, പിന്നെ നമ്മൾ pHൻ്റെ കാര്യം വേണം. അങ്ങനെ ഓരോന്നാണ്. പിന്നെ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കേണ്ടതിനെ പറ്റി, ന്യൂട്രിയൻസിൻ്റെ എന്തൊക്കെയാണ് ന്യൂട്രിയൻസ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും മേജർ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് അല്ല സെക്കൻഡറി പറയുന്നുണ്ട്. ഇതിനകത്തൊരു നാച്ചുറൽ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം തന്നേക്കുന്ന. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ദൈവം എന്നല്ല, പ്രകൃതി കരിഞ്ഞു തന്നേക്കുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം ഇതും വേണം. അപ്പം നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇപ്പം മഴ പെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മഴ പെയ്തതുകൊണ്ട് നമുക്കിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ മണ്ണിൻ്റെ ആ pH ലെവൽ ക്ലിയർ ചെയ്യാം. ആസിഡ് സോയിലും ഉണ്ട്, ആൽക്കലൈൻ സോയിലും ഉണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ ആൽക്കലൈൻ സോയിൽ കറുത്ത മണ്ണെന്ന് പറയും, ബ്ലാക്ക് സോയിൽ. അപ്പോൾ ഈ ബ്ലാക്ക് സോയിലുള്ളത് പാലക്കാട് ഭാഗത്തേ ഉള്ളൂ, ചിറ്റൂർ അങ്ങനെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ കറുത്ത മണ്ണെന്ന് പറഞ്ഞു, ആൽക്കലൈൻ സോയിലാണ്. ബാക്കിയെല്ലാം നമ്മുടെ അസിഡിക് സോയിലാണ്. പിന്നെ നമ്മുടെ അത് പറയുമ്പോഴത്തേക്കും ഇതൂടെ പറയാം, നമ്മുടെ ഏലത്തിന് വേണ്ട pH എന്ന് പറഞ്ഞാൽ അത് മെയിൻ ഏകദേശം എല്ലാ കൃഷിക്കും വേണ്ടത് pH എന്ന് പറഞ്ഞാൽ 6 to 6.5 pH ലെവൽ. ചെറിയ ലൈറ്റായിട്ടൊരു പുളിപ്പ്. അതെ, അസിഡിക്ക് ആയിരിക്കണം. എന്നാലത് 6.5. ഈ 6.5 pH വന്നു കഴിഞ്ഞാൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലും ഗുണം കാണിക്കും. ഇതിൻ്റെ വ്യത്യാസം വരുന്ന മണ്ണിലെ കാര്യങ്ങൾ കൊണ്ട്, നമ്മൾ ചെയ്യുന്നത് കൊണ്ടോ, ഈ ചപ്പിയവർ വീണാലോ മറ്റ് മഴ പെയ്താലും ഒക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ ക്ലിയറുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം മഴ കിട്ടിയത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, മുന്നോട്ടും തരയ്ക്കാൻ വരണം. ഉണക്കിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുമ്മായം, ഡോളോമൈറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, അസിഡിറ്റി ഉണ്ടെങ്കിൽ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിനകത്ത് എടുത്ത ഒരു കാര്യം പറയാം, ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യമല്ല, ഈ അസിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആൽക്കലൈൻ ആയിട്ടുള്ള സോയിൽ, ബ്ലാക്ക് സോയിലൊക്കെ നമ്മൾ ജിപ്സോ ഉപയോഗിക്കും. പിന്നെ അത് കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്ക് വളം ഇട്ട് കൊടുത്താലും ഇതിൻ്റെ ആൽക്കലൈൻ എന്നുള്ളത് കുറച്ചുകൂടി. ഈ സാധാരണ നമുക്ക് ആൽക്കലൈൻ സോയിൽ നോർത്ത് ഇന്ത്യ സൈഡിലേക്കല്ലേ കാണാൻ? അതെ. നമ്മുടെ കേരളത്തിലാകെ പാലക്കാട് സൈഡിലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു കേട്ടപ്പോൾ ഒരു സംശയം വന്നത്, ഇപ്പം നമ്മുടെ ഇവിടെ അസിഡിക് സോയിലാണ് എല്ലാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല വളങ്ങളും ആളുകൾ കർഷകർ പുളിപ്പിച്ചൊഴിക്കുന്നത് അപ്പോൾ തെറ്റായ ഒരു പ്രാക്ടീസ്. പുളിപ്പിച്ചൊഴിക്കുക എന്ന് തന്നെ വീണ്ടും അസിഡിറ്റി കൂടും. പിന്നെ ഇതൂടെ പറയാം, പലരും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം കൂടുതലും അത് 90% മേളിൽ വളരുന്ന വളങ്ങളെല്ലാം തന്നെ, എല്ലാ വളങ്ങളും തന്നെ, ഏകദേശം എല്ലാ വളങ്ങളും അസിഡിക്കാണ്. നമ്മൾ കൃഷിക്കാർ അറിയേണ്ട ഒരു കാര്യം, അസിഡിക്കായിട്ടല്ലാത്ത വളങ്ങൾ വളരെ തീർത്തും കുറവാണ്. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ഇന്ന സാധനം ചെയ്യുക. ഇപ്പം നമ്മുടെ MKP എന്ന് പറഞ്ഞില്ലേ, MKP എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് അടിക്കാൻ പറയുന്നുണ്ട്. ആൾക്കാർ പറയുന്നൊരു ന്യായം, ഇതിനകത്ത് നൈട്രജൻ ഇല്ലെന്നുള്ളതാണ്.
നൈട്രജൻ ഇല്ല എന്നുള്ളത് കാര്യം ശരിയാണ്, പക്ഷേ അത് അസിഡിക്കാ സംഭവം. അതെ അതെ. അപ്പോൾ നമ്മൾ ആ ഫീൽഡിൻ്റെ അല്ല ആ ഏരിയയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാം. അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ആ pH ബാലൻസ് ചെയ്യുക. വരുന്ന വളങ്ങളെല്ലാം വളരെ കുറച്ച്, ചില സാധനങ്ങൾ ആൽക്കലൈനായിട്ട് വരുന്നുണ്ട്, വളങ്ങൾ വളരെ കുറവാണ്. ഈ കാൽസ്യം നൈട്രേറ്റ് ഇപ്പോൾ ഒഴിക്കുന്ന ചില ആൾക്കാരുടെ വിചാരം ഇപ്പോൾ പറയുന്നുണ്ട്, അത് തെറ്റായിട്ടുള്ള ഒത്തിരി പ്രാക്ടീസ് നമ്മളിവിടെ ഉണ്ട്. കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ സാധനം അത് അസിഡിക്കാണ്. അതെ അതെ. ഇപ്പം കാൽസ്യം നൈട്രേറ്റ് അസിഡിക്കാണ്, കാൽസ്യം ആൽക്കലൈൻ നേച്ചറിൽ വരുന്ന കാൽസ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ ആൽക്കലൈൻ ആണെങ്കിൽ ഇത് ആൽക്കലൈൻ ആണെന്ന് പറയരുത്, അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കും. കാൽസ്യം നൈട്രേറ്റ് ചെയ്യുന്നവരുണ്ട്, അവരാരെങ്കിലും ചെയ്യുവാണെങ്കിൽ പറയണം ഇതിനൊക്കെ ഒത്തിരി തെറ്റുകൾ വരുന്നുണ്ടാണ് പറഞ്ഞത്. ഇത് അസിഡിക്കാണ് സംഭവം. ഈ സമയത്തൊക്കെ നമുക്ക് അസിഡിക്കായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാം. മഴ സമയത്ത് നമുക്ക് അസിഡിക്കുള്ള സാധനങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ ഒന്ന് ക്ലിയർ ആക്കി നിർത്തിയാൽ അത്രത്തോളം നല്ലതായിരിക്കും. അപ്പോൾ സാറേ, അപ്പോൾ നമ്മൾ CN പറ്റി പറഞ്ഞ പോലെ തന്നെ അതൊരു pH കൺട്രോൾ ചെയ്യാനുള്ളൊരു മാധ്യമമെന്നാണ് നമ്മുടെ അറിവ്. അല്ല, അത് തെറ്റാ. അത് ഒരു ന്യൂട്രിയൻ്റ് ആയിട്ട് കണക്കാൻ പറ്റും. ന്യൂട്രിയൻ്റായിട്ട് കാൽസ്യം സപ്ലൈ അത് ശരിക്കും പറഞ്ഞത് കാൽസ്യം ഉണ്ട്, നൈട്രജൻ ഉണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാൽസ്യം എന്ന് പറഞ്ഞാൽ കാൽസ്യമാണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ കാൽസ്യം എന്ന് നമ്മൾ പലരും പറയുമ്പോൾ അത് ആൽക്കലൈൻ നേച്ചറിൽ വരുന്ന കാൽസ്യം ഉണ്ട്, അത് ഉദ്ദേശമാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ എന്താണെന്നറിയോ, എൻ്റെ ഒരു അഭിപ്രായം, ആര് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലും വേറെ ആൾ പറഞ്ഞാലും, കൃഷിക്കാർക്ക് നമുക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക. ഇത് എവിടെയെങ്കിലും ചെറിയ ലിറ്റ്മസ് പേപ്പർ വെച്ചൊന്ന് പരിശോധിച്ചാൽ മതി. കാൽസ്യം നൈട്രേറ്റ് എന്ന് വെച്ചാൽ അസിഡിക്കാം. സിമ്പിളായിട്ട് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ചെമ്പരത്തി പേപ്പറിൽ അറിയാം. പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് അസിഡിക്കാം. പിന്നെ നമ്മുടെ ഈ ആൾക്കാർക്കൊരു കാര്യമുണ്ട്, ചിലർ പെട്ടെന്ന് അങ്ങ് നമുക്ക് കഴിവില്ലായിട്ടല്ല, ഈ ലോകത്തിൽ പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയത് പഴയ നമ്മുടെ മലയാളി, നമ്മുടെ പൂർവികരൊക്കെ. ഇപ്പം ഞാൻ ഗുജറാത്തിലൊക്കെ പോയിട്ടുണ്ട്. ഗുജറാത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അമുൽ എന്ന് കേട്ടിട്ടില്ലേ, ഈ ബ്രാൻഡ് ഉണ്ടാക്കിയ മലയാളിയാണ്, ഡോക്ടർ കുര്യൻജിയ. അവരൊക്കെ ചെന്ന് അങ്ങനെ പറയത്തുള്ളൂ. ഇപ്പം നമുക്കറിയാവുന്നുണ്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുരിക്കൻ എന്ന് പറഞ്ഞ അദ്ദേഹമൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ജനിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കൃഷിയുടെ പിതാവെന്നൊക്കെ അറിയപ്പെടേണ്ട കൃഷികളാണ്. ഇപ്പം നമ്മളിവിടെ ആൾക്കാർ ഇത് അറിയാൻ വയ്യാത്തത് കൊണ്ടും ഈ അറിവില്ലായ്മയെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഴ പെയ്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് നമുക്ക് മണ്ണിൻ്റെ pH ക്രമീകരിക്കാം. ശരിക്കും ആദ്യം വേണ്ടത് നമ്മൾ pHന് വേണ്ടി സോയിൽ ടെസ്റ്റ് നടത്തണം. അതൊക്കെ വഴിയെയോ അല്ല ആവശ്യപ്പെടുന്നത് ചെയ്യാം. സോയിൽ ടെസ്റ്റ് നടത്തി അതനുസരിച്ചുള്ള ക്രമീകരണം ചെയ്യണം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുമ്മായം, നീറ്റിയ കക്ക, പച്ചക്കക്ക അല്ല, നീറ്റിയ കക്ക. എൻ്റെ അറിവും അനുഭവം, ഞാൻ ആലപ്പുഴക്കാരനാണ് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്. നീറ്റിയ കക്ക അല്ല, നിങ്ങൾ ഡോളോമൈറ്റ് ഉപയോഗിക്കാം, അല്ലെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നുള്ള CMS കോംപ്ലക്സ് നല്ല കമ്പനിയുടെ ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും നല്ലത് നീറ്റിയ കക്ക. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, കക്കയാകുമ്പോൾ നമ്മൾ വാങ്ങുന്ന കക്ക ഇത് നീറ്റിയെടുക്കുമ്പം സാധനം ഒറിജിനലാണെന്നും ഇത് നീറ്റുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കൂടുതലും കുറവൊക്കെ മനസ്സിലാക്കാനും പറ്റും. pH അനുസരിച്ച് നമുക്ക് ഓരോ ചെടിക്കും ഒരു ചെയ്യേണ്ട അളവ് വ്യത്യാസമായിരിക്കും. നമുക്ക് ഏകദേശം ഒരു 5-5.5 വരുന്ന മണ്ണിൽ അല്ല അതിന് താഴോട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് കുമ്മായം ചേർത്ത് കൊടുക്കുക. ആവറേജ് ഒരു 1/2 കിലോ വെച്ച് ചെയ്യുക. ബെതറി പോകുന്നതാണ്. അത് മണ്ണിൽ ഏത് സാധനവും ഇട്ട് കൊടുക്കാനുള്ള സാധനം ഇട്ട് തന്നെ പോവുക, ഒഴിക്കാനുള്ള സാധനം ഒഴിച്ചു പോവുക. നമ്മളിവിടെ അല്ലാതെ ചെയ്യുന്നുണ്ട്, നമ്മുടെ സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ കുമ്മായം ഏകദേശം 1/2 കിലോ വെച്ച് ചെയ്തിട്ട് പിന്നെ മണ്ണിൻ്റെ നമ്മളിപ്പോൾ ചെയ്യുന്ന വളം ചെയ്താലും ഈ മഴ പെയ്താലും അസിഡിറ്റി വ്യത്യാസപ്പെടുന്നുണ്ട്. അതനുസരിച്ച് ഓരോ ടൈമിൽ എത്ര തവണ കൊടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. പിന്നെ കലക്കി ഒഴിക്കുന്നൊരു പ്രാക്ടീസുണ്ട്. കലക്കി ഒഴിക്കുന്ന പ്രാക്ടീസിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. നിങ്ങൾ കലക്കി ഒഴിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്തിൽ കുമ്മായം കലക്കി ഒഴിക്കാം, വേണമെങ്കിൽ സൾഫർ ചേർക്കാം. മഗ്നീഷ്യം ചേർക്കരുത്. ഞാൻ ഈ പറഞ്ഞോട്ടാ, മഗ്നീഷ്യം നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. മഗ്നീഷ്യം അസിഡിക്കാണ്. നമ്മുടെ പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇത് വിരുദ്ധ ആഹാരം എന്ന് പറഞ്ഞിട്ട് ചെടിക്ക് കൊടുക്കുന്ന ഒരു വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിത്. അപ്പം പല ആൾക്കാരും പറയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് പറയും. ഈ കുഴപ്പം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, പല സാധനങ്ങളും ഇപ്പം നമ്മൾ പറയുക പല സാധനങ്ങളും ഇപ്പം ഇതിനകത്ത് പറയാവുന്ന പല സാധനങ്ങളും പുറത്ത് വാണിംഗ് എഴുതി വെക്കും. ഒന്നും വേണ്ട, ഈ ആൾക്കാർ ഉപയോഗിക്കുന്ന സിഗരറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ആരോഗ്യത്തിന് ഹാനികരം, എന്നിട്ട് ആൾക്കാർ വലിക്കുന്നുണ്ട്. ഈ വലിച്ചിട്ട് നമ്മൾ പറയുന്നതാണ് എൻ്റെ അപ്പൂപ്പൻ 90 വയസ്സ് വരെ സിഗരറ്റ് വലിച്ചിട്ട് ജീവിച്ചിരുന്നു. ചിലപ്പം ശരിയാണ്, എന്തെങ്കിലും പറ്റി. ഇത് ചിലപ്പം ഈ ചില ആൾക്കാർക്ക് അത് പറ്റണമെന്നില്ല, ചെറിയ പ്രായത്തിൽ തന്നെ ഇതാണ്. അതുകൊണ്ടൊരു മുന്നറിയിപ്പായത്. ഇത് കുമ്മായത്തിനൊപ്പം മഗ്നീഷ്യം ചേർത്ത് കഴിഞ്ഞാൽ ഈക്വൽ ക്വാണ്ടിറ്റി, മഗ്നീഷ്യം ഏതാണോ അത് ചേർക്കുന്നത് അത്രയും ക്വാണ്ടിറ്റിയുടെ ഗുണം കിട്ടാതെ പോവുകയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇതിന് ചെയ്ത് കാൽസ്യം നമ്മൾ കുമ്മായം കൊടുത്തു കഴിഞ്ഞാൽ കാൽസ്യം കിട്ടുന്നത്, കാൽസ്യം നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതല്ല, ഇത് ഏത് സമയത്ത് കിട്ടും, ഏത് സമയത്താണ് ചെടിക്ക് എൻ്റെ
മണ്ണിൻ്റെ ഫംഗ്ഷൻ വരും നമുക്കൊന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കാൽസ്യം ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കാൽസ്യം ചെയ്യണം. കുമ്മായത്തിൽ നിന്ന് കിട്ടുന്ന കാൽസ്യത്തിന് ഒരു സമയപരിധിയൊക്കെ ഉണ്ട്. ഒരിക്കലും ആരെങ്കിലും ഒഴിക്കാൻ പറയുവാണെങ്കിൽ മഗ്നീഷ്യം ചേർക്കുകയോ ചെയ്യണം. മിക്ക ആൾക്കാരും 2 കിലോ കുമ്മായം 1/2 കിലോ മഗ്നീഷ്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 1/2 കിലോ നിങ്ങൾ മഗ്നീഷ്യം ചേർക്കുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. കൂടാതെ സൾഫറും ചേർക്കും. പിന്നെ ഈ സൾഫർ എന്ന് വെച്ചാൽ മിക്ക ആൾക്ക് ഫംഗിസൈഡ് സൾഫർ ആണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഫംഗിസൈഡ് പ്ലസ് അക്കാരിസൈഡ് മൈറ്റിസൈഡായിട്ടുള്ള സൾഫറായിരുന്നു. ഇതിനകത്തുനിന്ന് സൾഫറിൻ്റെ ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയേക്കാം. ഇതുകൊണ്ട് ഏതെങ്കിലും കുമിളുകൾ നശിക്കുകയോ അല്ലെങ്കിൽ ഈ സൾഫറും കാൽസ്യമായിട്ട് മിക്സ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഗുണം കിട്ടുകയൊക്കെ ചെയ്തേക്കാം. എപ്പോഴും കുമ്മായമാണ് നമ്മുടെ pH ബാലൻസ് ചെയ്യാനായിട്ട്. നീറ്റിയ കക്ക, പച്ചക്കക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിലില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പച്ചക്കക്കായും അതുപോലെ തന്നെ മുട്ടത്തോടും ഒരു കാൽസ്യം സോഴ്സ് ആണെന്നാണ് ഇപ്പോൾ അറിവ്. അതാണ് ചോദിച്ചത്. പച്ചക്കക്ക ഞാൻ പറഞ്ഞില്ലേ, കക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ കക്ക ബേൺ ചെയ്ത് എന്ത് സാധനവും നമ്മളിപ്പം ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് ആദ്യം പറയുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ആൾക്കാരെല്ലാം പറയുമ്പം നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ചെടിക്ക് നമുക്ക് ശ്വസിക്കുമ്പം നമ്മളെന്താ ശ്വസിക്കുന്നത്? ഓക്സിജൻ, വായുവാണ്. അതാണ് ശരി. നമ്മൾ സ്കൂളിൽ പഠിച്ചേക്കുന്നത് ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നിശ്വസിക്കുന്നു, അത് പുറത്തു വിടുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായുവിനകത്ത് ഇതിനകത്തിലുണ്ട് നൈട്രജനുണ്ട്, ഓക്സിജനുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെ പല സാധനങ്ങൾ ചേർന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നൈട്രജനാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. പുറത്തോട്ട് പോകുന്നതും ഇതുകൂട്ട് തന്നെ മൂലങ്ങളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ കുമ്മായത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങ് തീരുമാനിച്ചു കുമ്മായം കൊടുത്തു കഴിഞ്ഞാൽ കാൽസ്യം കിട്ടുന്നത് ഈ സമയത്ത് വരുന്നില്ല. കുമ്മായം ഈ മഗ്നീഷ്യത്തിൻ്റെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് കഥകളുണ്ടാക്കാൻ നമ്മൾ മിടുക്കരാം. നമ്മളൊരു കഥ കേട്ടാൽ മതി, അതുകൊണ്ടാണ്. അതായത് ഡോളോമീറ്റ് അറിയാമല്ലോ, ഡോളോമീറ്റത്തിൽ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ചെയ്യുന്ന പാറയുടെ പൊടികളായിരുന്നു. അത് നാച്ചുറലായിട്ടുണ്ടാവും. അത് ആൽക്കലൈൻ നേച്ചറുമാണ്, ആൽക്കലി സ്വഭാവത്തിലുള്ള. അപ്പം നമ്മൾ തീരുമാനിച്ചു നമ്മൾ കുമ്മായം കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി മഗ്നീഷ്യം ചേർക്കാം. പക്ഷേ അത് അസിഡിക്കാണ്, നമുക്കതുകൊണ്ട് ഗുണം കിട്ടത്തില്ല. അപ്പോൾ എന്നോട് ഒരാളുടെ ഇങ്ങനെ സംശയം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, സാറേ ഇത് കാലങ്ങൾ കഴിയുമ്പോൾ മഗ്നീഷ്യം കിട്ടും, സൾഫറും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ധാരണ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷേ എൻ്റെ ധാരണ ഇത് തെറ്റായിട്ടുള്ള പ്രാക്ടീസാണ്, ഇങ്ങനെ പോകാനാണ് പറഞ്ഞത്. നമ്മൾ ഈ കുമ്മായം ഒഴിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കലും മഗ്നീഷ്യം ചേർക്കാം. പിന്നെ ഡോളോമൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡോളോമൈറ്റ് ആയിരിക്കണം. ഈ കിട്ടുന്ന ഡോളോമൈറ്റിൽ എൻ്റെ അനുഭവത്തിൽ ഇപ്പം വളരെ കുറഞ്ഞ തോതിൽ ഡോളോമൈറ്റ് ഇവിടെ കിട്ടുന്നുള്ളൂ നല്ലത്. പിന്നെ അതിൻ്റെ മെഷ് ഒരു 10-300 മെഷായിരിക്കണം. ഇട്ട് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഏകദേശം അതിൻ്റെ ഗുണം കിട്ടണം. ചില മെഷ് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചാലും ചില കൊണ്ടുവന്ന സാധനം നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചു, പിന്നെ ഗുണം കിട്ടിയില്ല, എല്ലാം അഴുകി പോകുമ്പോൾ നമ്മളൊരു സീസൺ പോവുക. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മളിതിനകത്തിൽ ശ്രദ്ധിക്കണം. ഒഴിച്ചു കൊടുക്കുമ്പം കുമ്മായം ഒഴിച്ചാൽ ഇന്നതുണ്ടാവും. നമ്മുടെ ഫീൽഡിൽ ഒത്തിരി ഇതുകളുണ്ട്. നമ്മളെല്ലാം പറയുമ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. ഈ പ്രാക്ടീസ് തെറ്റാണ്, അതാര് പറഞ്ഞാലും. കുമ്മായം മഗ്നീഷ്യം സൾഫർ എന്നുള്ള തെറ്റാണ്. മഗ്നീഷ്യം ചേർക്കരുത്. നമുക്ക് സിമ്പിളായിട്ടാണ്. നമ്മളിപ്പോൾ ആര് കൃഷിക്കാർ പറഞ്ഞാലും നമ്മളൊരു കാര്യം ചെയ്യുക, ഇവരോട് പോവുക, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നീറ്റി കക്കയുടെ കേട്ടോ, പച്ചക്കക്ക പറയത്തില്ല. പച്ചക്കക്ക ഈ മുട്ടത്തോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടത്തോടിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാം ഇത് മണ്ണിൽ ലയിച്ച് വരാൻ കുറേ സമയം വരും. പച്ചക്കക്ക നമ്മുടെ ഈ ബേസ് നമ്മൾ പറഞ്ഞില്ലേ, എന്ത് സാധനം നമ്മൾ ഈ ശ്വസിക്കുന്ന പറഞ്ഞിട്ടുണ്ട്, എന്ത് സാധനം മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ ഈർപ്പം ഉണ്ടെങ്കിലാണ് നമ്മുടെ വേരിന് അത് വലിക്കാൻ പറ്റും. വേര് പ്രത്യേകിച്ച് ഒരു ഫിൽറ്റർ വെച്ചിട്ട് ഇന്ന സാധനങ്ങളല്ല വലിക്കുന്നത്, വെള്ളത്തിൽ ലയിക്കുന്ന സാധനങ്ങളെല്ലാം വലിക്കുക. അപ്പോൾ അതിനകത്ത് ദോഷമുള്ള സാധനങ്ങളും ഗുണമുള്ള സാധനങ്ങളും ഉണ്ട്. ദോഷമുള്ള സാധനങ്ങൾ ചെടിയെ ബാധിക്കും, ഏതെങ്കിലും സമയത്തായിരിക്കും അറിയുന്നത്. ഫാസ്റ്റ് റിലീസിങ് ആണ്. പിന്നെ ആൾക്കാർ ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കുമ്മായം കലക്കി വെച്ചിട്ട് റിസൾട്ടാണ്. ശരിയാ, റിസൾട്ട് കിട്ടിയേക്കാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2 കിലോ 3 കിലോ 4 കിലോ കുമ്മായം അതിനകത്ത് 1/2 കിലോ മഗ്നീഷ്യം വരുമ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി ഗുണമില്ലാതെ പോയാലും ചിലപ്പോൾ ഗുണം കിട്ടിയേക്കാം. ഗുണം കിട്ടുമെന്നല്ല, ആ തെറ്റായിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ നിർത്തണം. പിന്നെ ഈ പറഞ്ഞ കൂട്ടാണ് നമ്മൾ കലക്കി ഒഴിക്കുമ്പം ചെടി വലിക്കുമ്പം വളം തന്നെ കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എന്നൊക്കെ വെച്ചാൽ മണ്ണിൽ ഈർപ്പം ഉണ്ടെങ്കിൽ പിന്നെ കുമ്മായവും വളപ്രയോഗവും തമ്മിൽ കൃത്യമായിട്ട് ഒരു 30 ദിവസം ഗ്യാപ്പ് ഇടണം. അതാണ് നല്ലത്. 30 ദിവസം ഗ്യാപ്പ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് സാധനം കൊടുത്താലും മണ്ണിൽ ഈർപ്പം ഉണ്ടെങ്കിൽ മണ്ണിനാണേലും ചെടിക്കാണേലും അതുകൊണ്ട് ഗുണകരമാകത്തുള്ളൂ. അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്ത് ഇപ്പം പറയുക കുമ്മായം കൊടുത്തിട്ട് 30 അല്ലെ ഡോളോമൈറ്റ് കൊടുത്തിട്ട് 30 ദിവസം കഴിഞ്ഞ് വളം ചെയ്യാവുള്ളെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല ആ പറമ്പിൽ, അതിൻ്റെ ഈർപ്പത്തിൻ്റെ അംശമില്ലെങ്കിൽ എപ്പോഴാണോ ഈർപ്പം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ടുള്ള 30 ദിവസം കണക്ക് കൂട്ടുക. 20 ദിവസമൊക്കെ പറയുന്നുണ്ട്. ചിലപ്പം സഫീഷ്യൻ്റായിട്ട് നമ്മളീ പറഞ്ഞില്ലേ
നല്ല മണ്ണാണെങ്കിൽ അതിനകത്ത് 25% എയറും വേണം, 25% വെള്ളവും വേണമെന്ന് പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ 20 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പം നല്ല രീതിയിൽ കിടക്കുന്ന മണ്ണാണെങ്കിൽ 20 ദിവസം കഴിഞ്ഞിട്ട് വേണം ചെയ്യാം. എപ്പോഴും നമ്മൾ നോക്കും ഒരു 30 ദിവസം ഗ്യാപ്പ് ഇടും നല്ലതായിരിക്കും. പിന്നെ നമ്മളിവിടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മുടെ പണിയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്, സമയക്രമീകരണം വരുന്നതുകൊണ്ടാണ് നമ്മളായിട്ട് കുറേ അഡ്ജസ്റ്റ് ചെയ്ത് 20 ആക്കിയത് കേട്ടോ. അല്ലാതെ ഏറ്റവും നല്ല റിസൾട്ട് 30 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലത്. ഓക്കെ. അപ്പോൾ സാറേ നമ്മളിപ്പോൾ കുമ്മായ എന്ന് പറയുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതെ അതെ, ഹൈലി ആൽക്കലീൻ ആണ്. അതോടൊപ്പം തന്നെ മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ MgSO4, അതെ. അപ്പോൾ അതൊരു സ്ട്രോങ് ഒരു ആസിഡായിട്ട്. അതോടൊപ്പം തന്നെ SO4 അല്ലേ, സൾഫർ. അപ്പോൾ സൾഫർ ഹൈ ആൽക്കലിറ്റി തന്നെയാണോ? സൾഫർ എന്ന ആൽക്കലൈൻ നാച്ചുറൽ വരുന്നത്. അതുകൊണ്ടാണ് കുമ്മായവും സൾഫറോടെ ചേരുമെന്ന് പറയാൻ കാരണം. പിന്നെ നമുക്ക് സൾഫർ പല രീതിയിലുണ്ട്, അത് നമുക്ക് പിന്നെ മുന്നോട്ട് പറയാം. അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഫംഗിസൈഡ് വരുന്നുണ്ട്, കാരിസൈഡ്, മൈറ്റ്സിനുള്ളത് ഉപയോഗിക്കുന്നുണ്ട്, ഫെർട്ടിലൈസർ ഗ്രേഡ് ഉണ്ട്. അങ്ങനെ സൾഫറിൽ തന്നെ 3 ഗ്രേഡ് ഉണ്ട്, പല ഗ്രേഡ് വരുന്നുണ്ട്. അപ്പം നമുക്കത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കൃഷിക്കാരോട് പറയുമ്പം ഒത്തിരി തെറ്റുകളുണ്ട്. നമ്മൾ ആരുടെയും തെറ്റിതിരുത്താൻ വേണ്ടിയല്ല, നമുക്കറിയാവുന്ന അറിവ്. പിന്നെ നമ്മുടെ ഈ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനാണ്, നമ്മുടെ അറിവാണ് പറയുന്നത്. എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ പറയുക, നമ്മളത് ശരിയായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ ഈ ഫീൽഡിൽ പറയാം, ഇതിനകത്ത് പൂർണ്ണമായിട്ട് ആരുമില്ല കേട്ടോ, അതോടെ പറയാം. ഇതിനകത്തിൽ ഇപ്പം നാളെ നമ്മുടെ അടുത്തൊരു ജനറേഷൻ വരുമ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളമില്ലാതെ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇസ്രായേലുകാർ. അപ്പം നമ്മളത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോകണം. അപ്പം നമുക്ക് ഉണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കുക, പിന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് നമ്മൾ പരിഹരിക്കുക, അങ്ങനെ തന്നെ പോവുക. അതുകൊണ്ട് നമ്മുടെ ഇതിനകത്തിൽ ആർക്കും എന്ത് അഭിപ്രായം വേണേൽ പറയാം. പിന്നെ അവരുടെ ടൈം പീരീഡ് പറയുക. ഇപ്പോൾ എല്ലാ സമയത്തും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കൂട്ടത്തിൽ കുറച്ച് തോട്ടങ്ങളിൽ നമ്മൾ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം നമ്മുടെ ഒരു ഫ്രീ ടൈമിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളോ സഹായങ്ങളോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. എന്തായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് സംശയം ചോദിക്കുക. അപ്പോൾ ഒരുപാട് നന്ദി സാറേ, അപ്പോൾ ഇത്രയും അറിവുകൾ പറഞ്ഞു തന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം, ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം.